ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് ആകാശിക് റെക്കോർഡ് റീഡിംഗ് ആണ്, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് റീഡിംഗ് ആണ്. അപ്പോൾ കുറേയധികം ആൾക്കാർ ആകാശിക് റെക്കോർഡ് എന്താണെന്ന് അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. കാരണം കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ആകാശിക് റെക്കോർഡ് എന്താണെന്ന്. അപ്പോൾ ആകാശിക് റെക്കോർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ലൈബ്രറി ഉണ്ട്, ആകാശിക് ലൈബ്രറി. ആകാശ എന്ന് പറയുന്നത് 5th എലമെൻ്റ് ആണ്, അതായത് നമ്മളുടെ ആകാശം. ഈ സ്പേസിലാണ് നമ്മളുടെ ഓരോരുത്തരുടെയും എല്ലാ കാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ചെയ്ത ഓരോ കർമ്മങ്ങളും നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ ഒരു ആകാശിക് ലൈബ്രറി ഉണ്ട്. അത് ആ സ്പേസിൽ, ആ ലൈബ്രറിയിൽ പോയിട്ട് നമുക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും ബുക്ക് എടുത്ത് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഈ ജന്മത്തിലെ കർമ്മ ദുരിതങ്ങൾക്കുള്ള കാരണം കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ചില വ്യക്തികളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ചില ആൾക്കാർക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിൾ വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഫാമിലി ലൈഫിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഈ ആകാശിക് റെക്കോർഡ് റീഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹെൽത്ത് ഇഷ്യൂസ് വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഈ ജന്മത്തിലെ കർമ്മ ദുരിതങ്ങൾക്കുള്ള എല്ലാ കർമ്മ ദുരിതങ്ങളുടെയും കാരണങ്ങൾ നമുക്ക് ആകാശിക് റെക്കോർഡിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൽ വേറൊരു കാര്യം, ഇത് എല്ലാ കാര്യങ്ങൾക്കും നമുക്കത് പറയാൻ പറ്റൂല. നമ്മൾ ഈ ഒരു സമയം നിങ്ങൾ അറിയേണ്ട ഒരു ഉത്തരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ബുക്കിൽ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഓടിപ്പോയി അത് എല്ലാ കാര്യങ്ങൾക്കും എന്ന് പറയുന്നത് അതിൽ ഒരു ഇതാണ് ഞാൻ വരുത്തുന്നത്. എല്ലാ കാര്യങ്ങൾക്കുമല്ല, നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, അത് നിങ്ങൾ ഈ ഒരു സമയം അറിയേണ്ടതല്ലെങ്കിൽ ആ ബുക്കിൽ അതിനകത്ത് നമുക്ക് അതെന്തുകൊണ്ടാണെന്ന് കാണാൻ പറ്റില്ല. അങ്ങനെയുണ്ട്. അത് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒന്നുകൂടി പറഞ്ഞതാണ് ഞാൻ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഹിന്ദു വിശ്വാസം അനുസരിച്ച് ചിത്രഗുപ്തൻ്റെ കണക്ക് പുസ്തകം അത് തന്നെയാണ് ആകാശിക് റെക്കോർഡ്സ്. അപ്പോൾ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ഓരോ കർമ്മങ്ങളും ചിത്രഗുപ്തൻ എഴുതി വയ്ക്കും. നമ്മൾ മരിച്ച് ചെല്ലുന്ന സമയത്ത് അതിങ്ങനെ ബുക്കിൽ നോക്കി നമ്മൾ ചെയ്ത നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളും അനുസരിച്ചാണ് നമ്മൾ സ്വർഗത്തിലും നരകത്തിലും പോകുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇത്. പക്ഷേ ഇത് നമുക്കിത് നോക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഈ ആകാശിക് റെക്കോർഡ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് മെഡിറ്റേഷനിലൂടെ നോക്കിയെടുക്കാൻ പറ്റും. അത് ഒരു 1 hour ഉള്ള ഒരു പ്രോസസ്സാണ്. അതല്ലാതെ നമുക്ക് ഈ ആകാശിക് റെക്കോർഡ് ഈ ടാരോയിലൂടെ നോക്കാനും പറ്റും. അപ്പോൾ ഇതാണ് ആകാശിക് റെക്കോർഡിനെ കുറിച്ചൊരു ചെറിയ വിവരണം. പിന്നെ ഈ ആകാശിക് റെക്കോർഡ് എന്ന് പറയുന്ന വാക്ക് ഞാൻ ആദ്യമായിട്ട് കേട്ടത് 2020 2020 എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ആകാശിക് റെക്കോർഡ് അവർ ആക്സസ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതെന്താണ് കാര്യം, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് വിശദമായി ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നതാണ് ആകാശിക് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മളുടെ കർമ്മങ്ങൾ എഴുതി വെക്കുന്നതാണ്. അത് അവർക്കത് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്ത് എടുക്കാൻ പറ്റും. അത് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ, അത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് പറഞ്ഞു തന്ന വിജയത്തിന് ഒരുപാട് നന്ദി. വിജയത്തിലൂടെയാണ് ഞാനത് മനസ്സിലാക്കിയത്. പിന്നെ അപ്പം നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 പയൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് പയൽ രുദ്രാക്ഷമാണ്, സെക്കൻഡ് പയൽ മഞ്ചാടിയാണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയത് ആ പയൽ നിങ്ങളുടെ ഒരു പയലായിട്ട് സ്വീകരിക്കുക. നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് നോക്കി നിങ്ങൾക്കത് എടുക്കാവുന്നതാണ്. അപ്പം ഫസ്റ്റ് പയൽ ഈ മഞ്ചാടിക്കുരുവാണ്. അപ്പം നോക്കാം, നമുക്ക് ഫസ്റ്റ് പയൽ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിംഗ് എന്താണ് എന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് പയൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു, നിങ്ങളുടെ ഈ ഒരു ജന്മത്തിൽ എന്ത് കർമ്മമാണ് നിങ്ങൾ ഈ ജന്മത്തിൽ കഴിഞ്ഞ ജന്മത്തിൽ നിന്നും കൊണ്ടുവന്നത്, എന്ത് സ്ട്രഗിളാണ് നിങ്ങൾ നേരിടുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളൊന്ന് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. കാരണം ആകാശിക് റെക്കോർഡ് എന്നൊക്കെ പറയുന്നത് കുറച്ച് നോർമലായിട്ടുള്ള ഒരു ടാരോ റീഡിംഗ് പോലെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. നോക്കാം നമുക്ക് എന്താണ് ഫസ്റ്റ് പയൽ എടുത്ത ആൾക്കാർക്ക് ഉള്ള
എന്ത് മെസ്സേജസ് ആണ് വരുന്നത്, എന്തൊക്കെയാണ് അവരുടെ കഴിഞ്ഞ ജന്മത്തിൽ അവർ ചെയ്തിരുന്നത് നോക്കാം. ഈ ജന്മത്തിൽ അവരുടെ സ്ട്രഗിൾ എന്ത് സ്ട്രഗിളാണ് അവർക്കുള്ളത് നോക്കാം. ട്രെയിലർ വന്നിട്ടുണ്ട്, മോങ്ക് വന്നിട്ടുണ്ട്, അബാണ്ടൻസ് എൽഡർ വന്നിട്ടുണ്ട്. അല്ല നമുക്ക് ദ ബുദ്ധ പ്രയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഒരു കാർഡ് കൂടി എടുക്കാം. ആർക്കേഞ്ചൽ ഗബ്രിയേൽ, ആക്ഷൻ, ഇന്നർ പീസ്, ഇനി നമുക്ക് ടാരോ എടുത്ത് ഇതിൽ ക്ലാരിറ്റി എടുക്കാം. സിക്സ് ഓഫ് പെൻറ്റക്കിൾസ്, ഫോർ ഓഫ് സോഡ്സ്, മൂൺ ഗാർഡ് വന്നിട്ടുണ്ട്, lovers, ace of wands ആൻഡ് സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് പൈലെടുത്ത ആൾക്കാരുടെ എനർജി. നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്ന കാർഡ് ട്രൈറ്ററാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തെയോ നിങ്ങൾ വഞ്ചിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ആരെങ്കിലും വിശ്വസിച്ചേൽപ്പിച്ച ഒരു കടമ നിങ്ങൾ ചെയ്യാതിരുന്നു. അപ്പോൾ വേറെ എന്തെങ്കിലും നിങ്ങളുടെ സ്വകാര്യ ലാഭത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ലക്ഷ്യത്തെ നിങ്ങളെന്താണ് ചീറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞു, അല്ലെങ്കിൽ വിശ്വസിച്ച ആളിനെ നിങ്ങൾ ചീറ്റ് ചെയ്തു എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിൽ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സെൽഫ് ഡൗട്ടായിരിക്കും. എപ്പോഴും നിങ്ങളെ ഡൗട്ട് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, നിങ്ങളെ മാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവരെയും വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതിനകത്ത് ഒരു ലവേഴ്സ് കാർഡും 10 ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആരെയോ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ലൈഫിലുള്ള ആരെയെങ്കിലും നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ടായിരിക്കണം. കാരണം ഇതിൽ ഒരു ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെ ഒരുപാട് പ്രണയിച്ച, നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന, നിങ്ങളെ വിശ്വസിച്ചിരുന്ന ഏതോ വ്യക്തികളെ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നാണ്. 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങളവരെ ആ വിശ്വസിച്ചിരുന്ന വ്യക്തിയെ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞു അല്ലെങ്കിൽ ചീറ്റ് ചെയ്തു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം ഈ ഒരു ജന്മത്തിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടായേക്കാം നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ മറ്റാൾക്കാരെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റൂല. കാരണം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സോളിൽ ആ ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ മാത്രമല്ല, ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട് എപ്പോഴും. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് നിങ്ങൾക്കൊരു വേണ്ടായിരുന്നു, ചെയ്തത് ശരിയായില്ല, അങ്ങനത്തെ. ഇപ്പം ശരിയായ കാര്യമാണ് നിങ്ങൾ ചെയ്തെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൽ എപ്പോഴും ചെയ്യേണ്ടിയിരുന്നില്ല, ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു ഗിൽറ്റ് ഫീലിംഗ് വരും എന്നാണ് കാണുന്നത് ഈ ഒരു ജന്മത്തിൽ. പിന്നെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളൊരു സന്യാസി ആയിരുന്നു എന്നുള്ളതാണ്. ഒരു സന്യാസി ആയിരുന്നു. പിന്നെ ആ ഒരു ജന്മത്തിൽ, നിങ്ങൾ സന്യാസി ആയിരുന്ന ജന്മത്തിൽ നിങ്ങൾ ശരിക്കും ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു എന്നുള്ളതാണ്.
അധികം സന്യാസി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരുപാട് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ, കാരണം ആഹാരം അധികം ഉപയോഗിക്കാതെ, അതിൽ പോവർട്ടിയെ നമ്മൾ തന്നെ പോവർട്ടിയെ സ്വീകരിക്കുന്ന ഒരു എനർജിയാണല്ലോ ഈ സന്യാസി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോവർട്ടിയിൽ ജീവിച്ചിരുന്നു, സൈലൻസിൽ. അപ്പം നിങ്ങളധികം സംസാരിക്കാൻ ആഗ്രഹമില്ലാതെ ജീവിച്ചിരുന്ന ഒരാളാണ്. പിന്നെ കൂടുതൽ അങ്ങ് ഒരു മറ്റുള്ളവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ താല്പര്യമില്ലാത്ത ആളാണ്, ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ആയിരുന്നു. മാത്രമല്ല സെലിബ്രേഷനെ എതിർത്തിരുന്ന ആളായിരുന്നു. അപ്പം കൂടുതൽ ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാനൊന്നും നിങ്ങൾക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സന്യാസി എന്ന് പറയുന്നത് പാസ്റ്റിൽ, ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമാണ് സന്യാസി എന്ന് പറയുന്നതിന് നമുക്ക് വേറൊരു മാനം കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ പാസ്റ്റിലൊക്കെ സന്യാസിമാരെന്ന് പറയുന്നത് അവരെപ്പോഴും നാമജപവും ധ്യാനവും മാത്രം ചെയ്ത് വളരെ കുറച്ച് ആഹാരം മാത്രം കഴിച്ച്, അത് ഭിക്ഷാടനം എടുത്ത് ആഹാരം കഴിച്ച് വളരെ സൈലൻസിൽ ഇരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പൈസ ചിലവാക്കുന്നതോ അല്ലെങ്കിൽ ഒരുപാട് ആർഭാടം കാണിക്കുന്നതോ ഒന്നും തന്നെ ഇഷ്ടമില്ലായിരിക്കും. ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യണത്? ബ്ലോക്കിംഗ് അബണ്ടൻസ് ആണ്. നിങ്ങളുടെ അബണ്ടൻസിനെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, അനാവശ്യമായിട്ട് ചിലപ്പോൾ ഫുഡ് ചിലവഴിക്കില്ലെന്നോ, പൈസ അധികം ചിലവഴിക്കില്ലെന്നോ, അല്ലെങ്കിൽ ഒരുപാട് ആഘോഷങ്ങളോ ആർഭാടങ്ങളോ കാണിക്കില്ല എന്നൊക്കെ ഉള്ള ഒരു പ്രതിജ്ഞ നിങ്ങൾ എടുത്തിരുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് ഈ വരുന്ന കാര്യങ്ങളെ നിങ്ങൾ എന്നെ ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ്. അബണ്ടൻസ് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഒരു കുറ്റബോധം വരും. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഒരു സെക്ഷുവാലിറ്റിയെ കുറിച്ചുള്ള ഒരു ഭയമുണ്ട്. കാരണം ഒരു സന്യാസി ആകുമ്പോൾ ഒരു സെക്ഷൽ ലൈഫ് ഇല്ലാതിരുന്ന ആളായിരിക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ സെക്ഷൽ ലൈഫിൽ ഈ ഒരു ജന്മം വന്നേക്കാം. അപ്പോൾ ഒന്നുകിൽ ഭയമോ അല്ലെങ്കിൽ ഇതൊക്കെ തെറ്റാണെന്നുള്ള ഒരു ധാരണയോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിൽ ഉണ്ടായേക്കാം. പിന്നെ നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈ ഒരു നിങ്ങൾ അറിയാതെ എടുത്ത ആ ഒരു പ്രതിജ്ഞ നിങ്ങൾ റിലീസ് ചെയ്യുന്നു എന്ന്, അത് നിരുപാധികം നിങ്ങൾ റിലീസ് ചെയ്യാൻ അനുവദിക്കണം എന്ന് നിങ്ങളുടെ സോളിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു റെമഡി ആയിട്ട് പറയുന്നത്. അബാണ്ടൻ്റ് എൽഡറാണ് വന്നിട്ടുള്ളത്. അപ്പം ഇത് നിങ്ങൾ കഴിഞ്ഞ ഒരു ജന്മത്തിൽ മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ, ഒറ്റപ്പെട്ടു പോയ ഒരു പ്രായമുള്ള ഒരാൾ ആയിരുന്നു എന്നുള്ളതാണ്. വാർദ്ധക്യകാലത്ത് നിങ്ങളെ മറ്റുള്ളവർ ഉപേക്ഷിച്ച് കളഞ്ഞു, ചിലപ്പോൾ ഒറ്റയ്ക്കായി പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോമിലോ അങ്ങനെ എവിടെയെങ്കിലും വൃദ്ധർ താമസിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങളെ കൊണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഈ അന്നത്തെ കാലത്തും ഇതൊക്കെ ഉണ്ടായിരിക്കാം. വേറൊരു കൂട്ടത്തിലേക്ക് നിങ്ങളെ വിട്ടിട്ടുണ്ടായിരിക്കാം. അതായത് നിങ്ങളുടെ ഫാമിലി സംരക്ഷിച്ചിട്ടില്ല, നിങ്ങളെ വയസ്സായപ്പോൾ നിങ്ങളെ അവർ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിൽ നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ വയസ്സാകുന്നതിനെ പേടിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ വയസ്സായപ്പോഴാണ് ഇത് സംഭവിച്ചത്. അപ്പം നിങ്ങൾ ആ വയസ്സായ പ്രായത്തെ നിങ്ങൾ പേടിക്കുന്നു എന്നുള്ളതാണ്. പേടിയാണ്. ഉപയോഗമില്ലാതെ വന്നാൽ ചിലപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് കളയുമോ എന്നുള്ളൊരു പേടി ഇപ്പോഴേ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും ഒന്ന് യങ്ങായിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കും ഈ ഒരു ജന്മത്തിൽ എന്നുള്ളതാണ്. ചിലപ്പോൾ പ്രായത്തെ മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും കുറച്ച് പ്രായമായ ആൾക്കാരും നല്ല യങ്ങായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഉള്ളിൽ ഈ പ്രായമാണ് എന്നെ ഒറ്റപ്പെടുത്തിയത് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങളുടെ അറിവിനെയും ബുദ്ധിയെയും നിങ്ങൾ ഈ ഒരു സമയം മാനിക്കുക എന്നുള്ളതാണ്. പാസ്റ്റ് അത് പോയി എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ കഴിവ് ഉണ്ട്, നിങ്ങൾ ജീവിക്കാൻ പറ്റും. ആരും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ കുറച്ച് പ്രായമായ ആൾക്കാരുമായിട്ടൊന്ന് കണക്ട് ചെയ്തിരിക്കാൻ ശ്രമിക്കുക, അവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു റെമഡി ആയിട്ട് വന്നിട്ടുള്ളത് ബുദ്ധ പ്രിപ്പയേഴ്സാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ബുദ്ധനെ നിങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. നമ്മൾ എന്ത് ആക്ഷൻ എടുക്കുന്നതിന് മുന്നേയും നമ്മളൊന്ന് സമാധാനമായിട്ട് ഇരുന്ന് നമ്മളുടെ ഉള്ളിലുള്ള ബുദ്ധനുമായിട്ട് കണക്ട് ചെയ്യുക എന്ന് വെച്ചാൽ മെഡിറ്റേറ്റ് ചെയ്യുക. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ബുദ്ധനുണ്ട്,
ആ ബുദ്ധനുമായിട്ട്, അതായത് നമ്മളുടെ സോളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മൾ ഈ ഒരു ജന്മത്തിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ബുദ്ധനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് ശരിക്കും എന്നിട്ട് വേണം നിങ്ങൾ എന്ത് കാര്യം തുടങ്ങാനും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തു ചാടി ആ ഒരു കാര്യം ചെയ്യാതിരിക്കുക. പിന്നെ ആർക്കേഞ്ചൽ ഗബ്രിയേലാണ്. അപ്പോൾ ആർക്കേഞ്ചൽ ഗബ്രിയേൽ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മാലാഖയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു സന്യാസിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരിക്കും. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ പാസ്റ്റിൽ ഒറ്റയ്ക്ക് ഇരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരുമായിട്ടൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും ഈ ഒരു സമയം. അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മാലാഖയാണ് ആർക്കേഞ്ചൽ ഗബ്രിയേൽ. അപ്പോൾ നമ്മൾ ഗബ്രിയേൽ മാലാഖയെ വിളിച്ചിട്ട് നമ്മളുടെ കമ്മ്യൂണിക്കേഷനിലുള്ള നമ്മളുടെ ത്രോട്ട് ചക്രയിലുള്ള ആ ഒരു ബ്ലോക്കേജസും നമുക്ക് ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്തെങ്കിലും തുറന്ന് പറയാനുള്ള കാര്യം നമ്മൾ പലതവണ ആലോചിക്കും. അയ്യോ ഇത് പറയണോ, അല്ലെങ്കിൽ എടുത്തിയായിട്ട് പെട്ടെന്ന് പറയൂല, പക്ഷെ കുറേ തവണ ആലോചിക്കും ഇത് പറയേണ്ടതാണോ, ഇത് പറഞ്ഞാൽ എന്താണ്, ഇത് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് പോലെ ഇത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമോ, ഞാൻ ചിന്തിക്കുന്നത് ഒന്നാണ്, അല്ലെങ്കിൽ പറഞ്ഞു വരുമ്പോൾ വേറെ വല്ല കാര്യം ആയിപ്പോവും എന്നൊക്കെ ഉള്ളൊരു സെൽഫ് ഡൗട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർ ഇതിൻ്റെ റെമഡിയാണ് ആർക്കേഞ്ചൽ ഗബ്രിയേലിനെ വിളിച്ച് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആക്കി തരാൻ പറയുക. നിങ്ങൾ ആരെങ്കിലും സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലാത്ത സമയത്ത് നിങ്ങൾ ആർക്കേഞ്ചൽ ഗബ്രിയേലിനെ വിളിച്ചിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷന് സഹായിക്കാൻ പറയണം എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് വന്ന കാർഡാണ് ഇന്നർ പീസും ആക്ഷനും. അപ്പോൾ ഇതിൽ ആക്ഷൻ എടുക്കുന്നതിന് മുന്നെയാണ് നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ബുദ്ധനെ ഓർക്കുക, മനസ്സിൽ കൊണ്ടുവരിക. കാരണം ഇതിൽ മങ്കായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ അതുപോലെ നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റൂല. അതിന് കുറച്ചെന്തെങ്കിലും ബുദ്ധിമുട്ട്, എന്തെങ്കിലും ബ്ലോക്കേജസ് ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ബുദ്ധനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ഈ എന്തെങ്കിലും ആക്ഷൻ എടുക്കാനെന്നാണ്. ആക്ഷൻ എടുക്കുന്നത് പെട്ടെന്ന് എടുത്തു ചാടി ഒരു ആക്ഷനും എടുക്കാതെ നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് അതിൽ ഉത്തരം കണ്ടെത്തിയിട്ട് വേണം നിങ്ങൾ ആക്ഷൻ എടുക്കാനെന്നുള്ളതാണ്. പിന്നെ ഇന്നർ പീസാണ്, അതും മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള സന്തോഷം കണ്ടെത്തുക. നമ്മൾ ഈ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയി, നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു ജന്മത്തിലും അങ്ങനെ ആകും എന്ന് അങ്ങ് ചിന്തിക്കാതിരിക്കുക. നമ്മളുടെ സോളിൽ അതുള്ളത് കൊണ്ടാണ് നമുക്കതങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത്. കാരണം വയസ്സായി പോയാൽ ചിലപ്പം എല്ലാവരും ഉപേക്ഷിച്ച് കളയുമോ, അത് മാത്രമല്ല ചിലപ്പം വയസ്സായ ഉപേക്ഷിച്ച് കളയുമെന്നും ആയിരിക്കില്ല ചിന്തിക്കുന്നത്, വയസ്സാവണ്ട എന്നൊരു ചിന്ത വരും നമുക്ക്. ചിലപ്പം ഉപേക്ഷിച്ച് കളയും എന്നതിലുപരി നമ്മൾ വയസ്സായാൽ നമുക്ക് നമ്മളുടെ ഭംഗി നഷ്ടപ്പെട്ടു പോകും, നമുക്ക് പിന്നെ നമ്മളെ പിന്നെ എന്തിന് കൊള്ളാം എന്നൊക്കെ ഒരു ചിന്ത ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ വയസ്സാകാതിരിക്കാനുള്ള, അല്ലെങ്കിൽ പ്രായം അറിയിക്കാതിരിക്കാനുള്ള, മറ്റുള്ളവർ പ്രായം മനസ്സിലാക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. പക്ഷേ പ്രായം എന്ന് പറയുന്നത് അത് കടന്നു പോകുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളുടെ മനസ്സിലുള്ളൊരു സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് അത് ഉണ്ടാക്കുക എന്ന് മാത്രമേ ഇതിനൊരു റെമഡി ആയിട്ട് പറയാൻ പറ്റുള്ളൂ. നമ്മളുടെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവും, മുന്നിൽ വരുന്ന എല്ലാ കാര്യത്തെയും നമുക്ക് മറികടക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിലും ഒരു 4 of Swordsന്റെ എനർജിയാണ്. ഇതിൽ ഈ കാണുന്ന മൂൺ കാർഡും വന്നിട്ടുണ്ട്. പിന്നെ Ace of Wands, ഇതെല്ലാം ഒരു തേർഡ് ഐ ആക്റ്റീവ് ആകുന്നതും ഒക്കെ ഉള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് കാണുന്നത്. ഈ 4 of Swordsഉം മെഡിറ്റേഷനാണ്. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു, വേറെ ആരും നിങ്ങളുടെ കൂട്ടിന് വേണ്ട എന്നുള്ളൊരു ചിന്തയുണ്ട്, അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാരെ അത്രയും നിങ്ങൾക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു എനർജി ഉണ്ട്. മൂൺ കാർഡും അതാണ്, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്, ഒറ്റപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ എനർജി ലെവലുമായിട്ട് പെട്ടെന്ന് ആരും അങ്ങോട്ട് കണക്റ്റ് ആവില്ല എന്നുള്ളതാണ്. അതിപ്പോൾ കുറേ ആൾക്കാരുടെ കൂട്ടത്തിലിരുന്നാൽ പോലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും ആഗ്രഹം. കാരണം അവരുടെ എനർജി ആയിട്ട് കണക്റ്റ് ആകാൻ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് സിങ്ക് ആവില്ല എന്നുള്ളതാണ് ഈ കാർഡുകളെല്ലാം സൂചിപ്പിക്കുന്നത്. പിന്നെ
ഇതും ഒരു ഏസ് ഓഫ് സോഴ്സ് നിങ്ങളുടെ തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആകുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ജന്മങ്ങളിലും നിങ്ങളുടെ തേർഡ് ഐ ആക്റ്റീവ് ആയിരുന്ന വളരെ സ്പിരിച്വൽ ആയിരുന്ന ആൾക്കാരാണ് നിങ്ങളെന്ന് നിങ്ങൾ ഈ ഒരു സമയം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് ട്രൈറ്റർ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതായത് നിങ്ങൾ ചീറ്റ് ചെയ്തു, നിങ്ങൾ മറ്റുള്ള നിങ്ങൾ ആരെയോ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ചീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വന്നിട്ടുള്ളത് ലവേഴ്സ് കാർഡും 10 ഓഫ് സോഴ്സും ആണ്. അപ്പോൾ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന നിങ്ങളുടെ സോൾ കണക്ഷനുള്ള ഒരാളിനെ അവരൊരുപാട് നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടെങ്കിലും അത് നിങ്ങൾ കൊടുക്കാതെ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നാണ് കാണുന്നത്. നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് ഇഷ്ടപ്പെട്ടിരുന്നു, ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലാകുന്ന ആൾക്കാർ സെയിം പാറ്റേൺ നിങ്ങളോട് കാണിക്കും, നിങ്ങളെ ഉപേക്ഷിക്കും. ചിലപ്പോൾ ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾ അവർക്ക് വാക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ വിട്ടുപോയി എന്നുള്ളതാണോ, നിങ്ങൾ ഉപേക്ഷിച്ച് പോയി അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ചു എന്നുള്ളതാണ്. സെയിം ആയിട്ടുള്ള കാര്യം. അത്രയും നിങ്ങൾക്ക് ഈ ഒരു ജന്മം ചില വ്യക്തികളോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല എന്നുള്ളൊരു ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾക്കുള്ളത്. പക്ഷേ അവർ നിങ്ങളെ ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഒരു കാര്യം ഇതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഈക്വലായിട്ട് തിരിച്ചു തരണം എന്നാണ്. പക്ഷെ ഒരിക്കലും അവർ നിങ്ങൾക്ക് ഈക്വലായിട്ട് തിരിച്ചു തരില്ല. അപ്പോൾ അത് കഴിഞ്ഞ ജന്മത്തിൽ നിന്നും കൊണ്ടുവന്നതാണ് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചെയ്യാനുള്ളത് ശരിക്കും ചില കാര്യങ്ങൾ നിങ്ങൾ ആ ഗിൽറ്റ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഗിൽറ്റ് ഫീലിംഗ് ഒക്കെ മാറ്റുക, ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ മാറ്റുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ആ ഒരു കഴിഞ്ഞ ജന്മത്തിലെ കാർമിക് കോഡുകളെല്ലാം കട്ട് ചെയ്ത് തരണം, എനിക്ക് ആ വ്യക്തികളുമായിട്ടുള്ള എല്ലാ കാർമിക് കോഡും കട്ട് ചെയ്ത് തരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് വ്യക്തിയായിട്ടാണോ നിങ്ങളെ ഇപ്പം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു വ്യക്തിയായിട്ട് കഴിഞ്ഞ ജന്മത്തിൽ എന്ത് കാർമിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ചെയ്തു വെച്ചതെങ്കിലും അതെല്ലാം പൂർണ്ണമായിട്ടും നിങ്ങൾ വിട്ട് കളയണം എന്ന് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ പ്രാർത്ഥിക്കുക. അവരോട് നിങ്ങൾ അത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളത് പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങളുടെ കാർമിക് കോഡെല്ലാം കട്ട് ചെയ്ത് തരണം, ഇതിന്ന് റിലീസ് ചെയ്ത് തരണം, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈല് തിരഞ്ഞെടുത്ത ആൾക്കാർക്കുള്ള റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട്, ഇപ്പോഴത്തെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു. ഇനി സെക്കൻഡ് പൈല്, അതായത് ഈ മഞ്ചാടിക്കുരു തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നോക്കാം, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ എന്തായിരുന്നു, ഈ ജന്മത്തിൽ നിങ്ങളുടെ കർമ്മ ദുരിതങ്ങൾക്കുള്ള, നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്താണ്, അതിനുള്ള റെമഡി എന്താണ് നോക്കാം. ലോസ് ഇൻ ചൈൽഡ് ബർത്താണ്, കഴ്സ്ഡ് ബീയിങ് വന്നിട്ടുണ്ട്, ഫെയിൽഡ് ഹീലർ നോക്കാം. ആകർഷിക്കുന്നു The King of Scrolls, on the process, commitment. Taking risk, blessings. Six of Swords, Four of Cups, Tower, Justice, Three of Pentacles, Seven of Swords ആണ് ബോട്ടം വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ്
ലോസ് ഇൻ ചൈൽഡ് ബർത്താണ്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർക്ക് നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും നഷ്ടപ്പെട്ടിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ തന്നെ മരിച്ചുപോയ ഒരു എനർജിയാണ്. ശരിക്കും ഇപ്പോൾ ചില ആൾക്കാർക്ക് നിങ്ങൾ കുഞ്ഞിലെ നഷ്ടപ്പെട്ടു പോയ ഒരു നിങ്ങൾ കുഞ്ഞിലെ നഷ്ടപ്പെട്ടു പോയ ഒരു സോളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു ജന്മത്തിലും നിങ്ങൾക്ക് സ്ത്രീകളാണെങ്കിൽ ചിലപ്പോൾ ഒരു അബോർഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിരുന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് ഭയങ്കര ആകുലരാകുന്ന ആൾക്കാരാണ്. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും. ചിലപ്പോൾ പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾക്കുണ്ടായ ആദ്യത്തെ കുഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു എനർജിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടും. കുഞ്ഞുങ്ങളെക്കുറിച്ച് ഭയങ്കര ആകാംക്ഷയായിരിക്കും, ആവശ്യമില്ലാത്ത ചിന്തകളായിരിക്കും. അപ്പോൾ കുട്ടികൾ പഠിക്കോ അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ എങ്ങനെയാവും എന്നൊക്കെ ആവശ്യമില്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കും ഈ ഒരു സമയത്ത്. പിന്നെ മാത്രമല്ല സ്ത്രീകളാണെങ്കിൽ പ്രഗ്നൻസിയെക്കുറിച്ചൊരു പേടിയുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അങ്ങനെ അതെങ്ങനെയായിരിക്കും, അതെനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആവശ്യമില്ലാത്ത ചിന്തകൾ, അങ്ങനത്തെ ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് കാണുന്നത്. പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് വോംബ് ഹീലിംഗ് ആണ് അതിൻ്റെ റെമഡി ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഈ ആൻസെസ്ട്രൽ ക്ലിയറിങ്, അത് നമ്മൾ ആൻസെസ്റ്റേഴ്സിനെ അത് ഹീൽ ചെയ്ത് ഇതാക്കണം കേട്ടോ. കാരണം പറ്റുമെന്നുള്ള ആൾക്കാർ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ നമ്മളെ പിതൃക്കളെ നമ്മൾ ഹീൽ ചെയ്യണം. ഇതിനകത്ത് കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ ഒരു കുഞ്ഞ് അബോർഷനായി പോയിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ബാക്കി ചില ആൾക്കാർക്ക് അത് കുട്ടികളെ ബാധിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഭയം ഭയങ്കരമായിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ കുട്ടികളെക്കുറിച്ച്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുട്ടികളെക്കുറിച്ച് ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ പാസ്റ്റ് ലൈഫിൽ ഇപ്പോൾ കുഞ്ഞായിരിക്കും മരിച്ചാലും നമ്മളുടെ ഓർമ്മകളിൽ അങ്ങനെ മരിച്ചു പോയതുണ്ടല്ലോ, അങ്ങനെയുണ്ട് നമ്മളുടെ കുട്ടികൾക്കും. കുട്ടികൾ മരിച്ചു പോയ എനർജി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കത് ഇതിൽ കാണുന്ന കൂടുതൽ ആൾക്കാർക്കും കുട്ടികളെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് കൂടുതലും കാണുന്നത്. പിന്നെ നിങ്ങൾ മറ്റുള്ളവരാൽ ഒരു മുറിവേറ്റപ്പെട്ടു പോയ ആൾക്കാരാണ്. കഴിഞ്ഞ ജന്മത്തിൽ മറ്റുള്ളവർ ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരോ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആൾക്കാരോ ഒക്കെ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങളെ ഏറ്റവും വിശ്വസിച്ച്, അതായത് ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിനകത്ത് ഒരു 4 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഈ ഒരു ജന്മത്തിൽ കുറേ നിരാശ ഉണ്ടാവും നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ കുറേ നിരാശ ഉണ്ടാവും എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരു മിസ്ഫോർച്യൂൺ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. കാരണം എനിക്ക് ഭാഗ്യമില്ല, ഞാൻ എവിടെ ചെന്ന് തൊട്ടാലും പ്രശ്നമാണല്ലോ, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവർക്ക് ഉള്ള പോലെയുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ലല്ലോ എന്നുള്ളൊരു നിരാശ ഉണ്ട്. എന്ത് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിലും നിങ്ങൾ അതൊന്നും ചിന്തിക്കാതെ നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കും എന്നുള്ളതാണ്. അത് ഈ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് വന്ന് പെട്ടുപോയ ഒരു കാര്യമാണെന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഇതിൽ നിങ്ങൾ എനർജി ക്ലെൻസിങ് ചെയ്യണം എന്നുള്ളതാണ്. എനർജി ക്ലെൻസിങ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങളുടെ വീട് പുകയ്ക്കുക, ഉപ്പ് വെള്ളത്തിൽ കുളിക്കുക. കാരണം നെഗറ്റീവായിട്ടുള്ള കുറേ ചിന്തകൾ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും ഈ ഒരു ജന്മത്തിൽ. അത് കാണുന്നുണ്ട്. പിന്നെ ഫീൽഡ് ഹീലറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചില ആൾക്കാർക്ക് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഹീലറായിരുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ചില ആൾക്കാരെ നിങ്ങൾക്ക് ഹീൽ ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അപ്പം അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ നല്ല ഹീലർമാരായിരുന്നിരിക്കാം,
നിങ്ങൾ എനർജി ഹീലിംഗ് ചെയ്തിരുന്ന ആൾക്ക് എനർജി കൈകാര്യം ചെയ്തിരുന്ന ലൈറ്റ് വർക്കേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും അസുഖം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യങ്ങളിലോ നിങ്ങൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഹീൽ ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഞാനത് ഫെയിലായി പോയല്ലോ, ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു ചിന്ത ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ അങ്ങനെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, അപ്പം അത് ഈ ജന്മത്തിലും അതുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കുറ്റബോധം നിങ്ങൾക്കുണ്ട്. അപ്പം അതാണ് അതിൽ ഇതുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കുറ്റബോധമായിരിക്കും, കിട്ടാത്ത നിരാശ ഉണ്ട് എന്നുള്ളതാണ്. ഈ ജന്മത്തിൽ പല കാര്യങ്ങളിലും നിരാശപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് ഇതിനകത്തുള്ളത്. പിന്നെ എനിക്ക് അത്രയും നല്ലതാവാൻ പറ്റിയില്ലല്ലോ, എനിക്ക് മറ്റുള്ളവരെ പ്രതീക്ഷ പോലെ എത്താൻ പറ്റിയില്ലല്ലോ, എപ്പോഴും അങ്ങനെയാണ്. ഇതിൽ ചിലപ്പോൾ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് വിചാരിക്കുക എൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിച്ചതൊന്നും എനിക്ക് ആകാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട് ഇതിൽ. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നല്ലതായിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും, പക്ഷേ എന്നാലും മാതാപിതാക്കളുടെ ആഗ്രഹത്തിനനുസരിച്ച് എത്തിയില്ല എന്ന് വിചാരിക്കും. പിന്നെ നിങ്ങൾ കുഞ്ഞിലെ ചിലപ്പോൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയില്ല, ആ ഒരു രീതിയിലൊന്നും എത്തിയില്ല എന്ന് വിചാരിച്ച് ഒരു ഗിൽറ്റ് ഫീലിംഗ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഇതിൽ മറ്റുള്ളവരെ വേദന എല്ലാം വലിച്ചെടുക്കും നിങ്ങൾ. കാരണം കഴിഞ്ഞ ജന്മത്തിൽ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ മറ്റുള്ളവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കുന്ന ആൾക്കാരായിരിക്കും. കാരണം ഒരു അവരെ ആ തരത്തിലെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റണം എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് ഈ ഒരു ജന്മത്തിലെന്നാണ് കാണുന്നത്. നിങ്ങൾ ഈ ഒരു ജന്മത്തിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാത്തിനും ഒരു ഡിവൈൻ ടൈമുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കണമെന്നില്ല. അപ്പോൾ അത് എപ്പോഴും മനസ്സിൽ ഉറപ്പിക്കണം. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ നടക്കണമെന്നില്ല. അപ്പോൾ അതിലൊരു വിഷമവും വിചാരിക്കേണ്ട എന്നുള്ളതാണ് കാണുന്നത്. ഡിറ്റാച്ച്മെൻറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്നാണ്. ഇപ്പം നിങ്ങൾ ഹീലർമാരാണെങ്കിൽ നിങ്ങൾക്കൊരു സെൽഫ് ഡൗട്ട് ചിലപ്പോൾ വരുന്നേക്കാം. നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ എല്ലാം നല്ലതായിട്ട് പറയുമെങ്കിലും നിങ്ങളുടെ ഹീലിംഗ് എല്ലാം ഓക്കെയാണ്, മറ്റുള്ളവർക്ക് നല്ലപോലെ ഹീലാകുമെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു ശരിക്കും അയ്യോ ഇത് ഞാൻ ചെയ്താൽ ശരിയാവോ, ഇത് പൂർണ്ണമായിട്ട് ശരിയാവോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളല്ല അത് ചെയ്യണത് എന്ന് വിചാരിച്ച് ആ എനർജി നിങ്ങളിലൂടെ പാസ് ചെയ്യുന്നതെന്നുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് അതിലൊരു ബന്ധം ഇല്ല എന്ന് വിചാരിച്ചിട്ട് വേണം നിങ്ങൾ ഹീൽ ചെയ്തിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കണം. അതിൻ്റെ ഫലം കൊടുക്കണം ദൈവമാണ്. പിന്നെ മാത്രമല്ല അവരുടെ കർമ്മ നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു സമയം ഈ ഒരു ഹീലിംഗ് കൊണ്ട് അത് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ മാത്രമേ ഈ ഒരു ഹീലിംഗ് നടക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. അല്ലാതെ ഓവർ അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കരുത് ഹീലർമാരാണ് എന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റിസ് കൊടുത്തു നോക്കാൻ പറ്റില്ല എന്നൊരു ചിന്തയാണ് കഴിഞ്ഞ ജന്മത്തിൽ. ചിലപ്പം ഈ ഹീലർമാരാണെങ്കിലും അല്ലാതെ നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ട്, അത് നിങ്ങൾ വേണ്ടത്ര കെയർ ചെയ്യാത്തതുകൊണ്ടാണ് മരിച്ചുപോയി എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഓവറായിട്ട് കുട്ടികളെ ഇങ്ങനെ ഭയങ്കര പൊസസീവാകും, അവരെ ഓവർ കെയർ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ചെയ്തേക്കാം. കാരണം എൻ്റെ കുഴപ്പം കൊണ്ടാണല്ലോ ആ കുഞ്ഞിനത് സംഭവിച്ചത്, അപ്പോൾ ഈ ഒരു ജന്മത്തിൽ അത് സംഭവിക്കരുത് എന്ന് വിചാരിച്ച് ഓവർ കെയർ ചെയ്യും, ഓവർ തിങ്ക് ചെയ്യും. അങ്ങനത്തെ ഇതുണ്ട് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മത്തിൽ. നിങ്ങൾ ജസ്റ്റിസ് കൊടുത്തില്ല എന്നൊരു ചിന്തയാണ്, നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ളൊരു ചിന്തയാണ്. പിന്നെ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ വന്നു എന്നാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു സമയം നിങ്ങൾ റിസ്ക് എടുക്കാൻ ഭയങ്കര പേടിയായിരിക്കും നിങ്ങൾക്ക്. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ റിസ്ക് എടുത്ത് ചിലപ്പോൾ പരാജയപ്പെട്ടു എന്നൊക്കെ ഉള്ളൊരു തോന്നലുള്ളതുകൊണ്ട് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ കുറച്ച് പേടിയാണെന്നാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് നല്ല ബ്ലെസ്സിങ് ഉണ്ട്, നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ് ഉള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ
നിങ്ങളുടെ ഒരു കുറ്റബോധം ഉണ്ടല്ലോ, ഞാൻ ചെയ്തതൊന്നും ശരിയായില്ല എന്നുള്ളൊരു ചിന്ത, ഞാൻ വേണ്ടത്ര ഞാനത് അതിനൊരു എഫേർട്ട് ഇട്ടില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കത് പറ്റാത്തത് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ, നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾ ആ ഒരു ചിന്ത കളയണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഒരുപാട് ബ്ലെസ്സിങ് ഉണ്ട്. അപ്പം നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യരുത് എന്നുള്ളതാണ് കാണുന്നത്. 6 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്കൊരു ചേഞ്ചാണ് വരാൻ പോണത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു നല്ല ചേഞ്ച്, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചാണ് വരാൻ പോണതെന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ റിസ്ക് എടുക്കാൻ ഉള്ള ആൾക്കാർ, നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ശരിയാവോ ഇല്ലേ എന്നുള്ളൊരു ചിന്തയുള്ള ആൾക്കാർ അത് മാറ്റണം എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ധാരാളം ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ നല്ല ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയായിരുന്നു. ഒരുപാട് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്ന ആൾക്കാരാണ്. ഹീലിംഗ് പവറുള്ള ആൾക്കാരായിരുന്നു. പക്ഷേ നിങ്ങളുടെ ചെറിയ പിഴകൾ പോലും നിങ്ങൾക്ക് പൊറുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഗിൽറ്റ് ഫീലിംഗിൽ ഇരുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് നിങ്ങൾ മാറ്റിക്കളയണം എന്നുള്ളതാണ്. അത് നിങ്ങളൊരു പരിവർത്തനം വരുത്തുക. നിങ്ങളുടെ ആ ആറ്റിറ്റ്യൂഡിനെ, ചിന്താഗതിയൊക്കെ മാറ്റേണ്ട ഒരു സമയം ആയി എന്നുള്ളതാണ്. പിന്നെ ഇതിൽ റിസ്ക് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ എന്നൊരു ബോധം നിങ്ങൾക്ക് എപ്പോഴും വേണം. നിങ്ങളെപ്പോഴും പിറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഇത് വേണോ വേണ്ടയോ എന്ന് നിങ്ങളെ പിറകോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മാറ്റുക. ഇതിനകത്ത് ഈ വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഇതിലൊരു കമ്മിറ്റ്മെൻ്റാണ് വന്നത്. 1 ഓഫ് റോസസ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകാൻ പോകുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഇത് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് നിങ്ങൾ ഉടനെ തന്നെ ഒപ്പിടുന്നതായിരിക്കാം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഡോക്യുമെന്റ്സ് നിങ്ങൾ സൂക്ഷിക്കുന്ന ഒരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വസ്തു വാങ്ങുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉടനെ തന്നെ, ഒരുപാടൊന്നും താമസിയാതെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ഡോക്യുമെന്റിൽ ഒപ്പിടാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും. നിങ്ങൾ ഇത് പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരിക്കും. പെട്ടെന്നൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ പിന്നെ ഇത് കിങ് ഓഫ് സ്ക്രോൾസ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ വീണ്ടും വന്നിട്ടുള്ളത് ഇത് നിങ്ങളെ ചിലപ്പം ഈ നിയർ ഫ്യൂച്ചറിലോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു വ്യക്തിയോ നിങ്ങളെ ഒരുപാട് ഉയരാൻ സഹായിക്കും എന്നുള്ളതാണ് കേട്ടോ. അത് ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രമാണം പോലെയുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കാം. ഈ ഒരു സമയം ഒരു കോൺട്രാക്റ്റ് എടുക്കുന്നുണ്ടായിരിക്കാം. അത് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോ ആയിരിക്കാം ഈ ഒരു വ്യക്തി. ആ വ്യക്തിയുമായിട്ട് ചേർന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ പ്രോജക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് രണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരാളോട് നിങ്ങൾക്ക് ഒരുപാട് പ്രണയവും സ്നേഹവും തിരിച്ച് ആ ഒരു പ്രണയവും സ്നേഹവും ഒക്കെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. കാരണം ഒന്നിലധികം കാര്യങ്ങൾ, അതിൽ ഈ ഡോക്യുമെന്റ്സ് പോലെയുള്ള കാര്യങ്ങൾ, അത് വസ്തു സംബന്ധമായ കാര്യങ്ങളായിരിക്കാനാണ് സാധ്യത കൂടുതൽ. നിങ്ങൾക്ക് ഈ ഒരു സമയം അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഇത് റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ തുടങ്ങാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് അങ്ങനെ തുടങ്ങാനുള്ളൊരു സാധ്യതയുണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് സെക്കൻഡ് പൈൽ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിങ്. അപ്പോൾ ഇത് കുറച്ച് കാര്യം മാത്രമേ ഉള്ളൂ. നമ്മളുടെ പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ ആകാശിക റെക്കോർഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ജന്മങ്ങളുണ്ടാവും. ആ ഒരു ജന്മത്തിൽ ഇതിൽ ചിലപ്പോൾ ഒരു ജന്മത്തിലെ കാര്യം മാത്രമായിരിക്കും, ഒരു കാര്യം മാത്രമായിരിക്കും ഇതിൽ കിട്ടിയത്, 1 or 2 കാര്യം. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഈ ഒരു കാര്യങ്ങൾ ഇടാം. ഈ ഒരു ആകാശിക റെക്കോർഡ് റീഡിങ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കണം. അത് വ്യക്തികളുമായിട്ടായാലും അങ്ങനെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഹീൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഹീലിംഗ് ചെയ്തിട്ടും നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഓവറായിട്ട് കുട്ടികളെ കുറിച്ച് ഓവറായിട്ട് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് വിട്ട് കളയുക. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്, നിങ്ങൾ ശരിക്കും വർത്തി ആയിട്ടുള്ള ഒരാളാണ് എന്ന് എപ്പോഴും മനസ്സിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അതാണ് നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ്. അപ്പോൾ ഇതാണ്
നിങ്ങൾക്കുള്ള റീഡിങ്, നിങ്ങൾക്കുള്ള ഗൈഡൻസ്, ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട്, ഇപ്പോഴത്തെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.